വെൽക്കം ബാക്ക്. നമുക്ക് ഓണത്തിന് നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സദ്യയിൽ 2 വിഭവങ്ങളുണ്ട്. അതായത് ഉപ്പേരിയും ചിപ്സും. അതുണ്ടാക്കുന്ന ഒരു കടയാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇന്ന് ഓണത്തോടനുബന്ധിച്ചുള്ള വീഡിയോ ആണ്. ഇത് വാളിക്കോട് നിന്ന് നെടുമങ്ങാട് പോകുന്ന റൂട്ടിലാണ്. ഇതാണ് കട, വിനായക. കുറച്ച് പഴക്കമുള്ള കട, മുമ്പേ ഉള്ള കടയാണിത്. നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പം ചേട്ടാ പരിപാടി തുടങ്ങിയാ? ഇന്ന് എന്തൊക്കെയാണ് ഓണത്തിന്റെ സ്പെഷ്യൽ? ഇന്ന് ഉപ്പേരി, പിന്നെ ചിപ്സ്. അപ്പൊ ചിപ്സും ഉപ്പേരിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടാ ഇതെന്താണ് വരയിടുന്നത്? ഇങ്ങനെ വര കറക്റ്റായി ഇട്ടിട്ട് 2 സൈഡ് ഇങ്ങനെ പൊളിച്ച് ഇപ്പുറത്തൂടെ പൊളിക്കുമ്പോൾ ഇങ്ങനെ ഇളക്കി എടുക്കാതെ പോകും. അതുകൊണ്ടോ നല്ല ഭംഗിയാണ് എൻ്റെ പരിപാടി. ഉണ്ടോ ഒരു നേക്കാണ് കേട്ടോ ഇത്. അപ്പൊ ഇത് ഓണത്തിന് ഇപ്പൊ എല്ലാ ദിവസവും നിങ്ങൾ ഉണ്ടാക്കും ഇവിടെ ഫ്രഷ് ആയിട്ട്? ഉപ്പേരി ചിപ്സ് ഒക്കെ ഫ്രഷ് ആയിട്ടാണ്. പിന്നെ ഓയിൽ എന്താണ് നമ്മൾ ചെയ്യണത്? ഓയിൽ വെളിച്ചെണ്ണ. ഇപ്പൊ വെളിച്ചെണ്ണ ഭയങ്കര വിലയല്ലേ? എങ്ങനെ വെളിച്ചെണ്ണ മുതലാക്കാൻ പറ്റും? വെളിച്ചെണ്ണ വില കൂടുമ്പോൾ വില കൂട്ടും. വളരെ ശ്രദ്ധിച്ചില്ലേ കൈ പോകില്ലേ? കൈ പോകും. അങ്ങനെ പോയിട്ടുണ്ടോ? പിന്നെ കൈ മുറി നല്ല മൂർച്ചയുള്ള സാധനമാണ്. നമ്മൾ ഈ ഉപ്പേരി പരിഞ്ഞൂരിലേക്ക് അതിന് പ്രത്യേക ഡിസ്റ്റൻസ് ഇട്ടിട്ടുണ്ടല്ലേ? ഓ, നമ്മളെ ബ്ലേഡ് ഇല്ലേ, അതിന്റെ അതേ മൂർച്ചയാണ്. ഇതിന് ഡിസ്റ്റൻസ് കൂട്ടും, മറ്റേ ഡിസ്റ്റൻസ് കുറയ്ക്കും. അത് ഞാൻ മെഷീനിലാണ് ചെയ്യണം. അപ്പൊ ചിപ്സ് മെഷീനിൽ അടിക്കാൻ പോയാണ്. മെഷീനിലല്ലേ അടിക്കുന്നത്? മെഷീൻ ഒരു കൊലയൊക്കെ അടിക്കാൻ എത്ര എടുക്കും? ഒരു മിനിറ്റ് കൊണ്ട് ഒരു 10-15 രൂപ അടിക്കാം. അപ്പൊ കറക്റ്റ് എണ്ണയുടെ ചൂട് കിട്ടും. മറ്റേതാകുമ്പോൾ അടിക്കുമ്പോൾ എണ്ണ ചൂട് കൂടിയിട്ടുണ്ടെങ്കിൽ ആദ്യം ഇടുന്ന ചിലപ്പോൾ നല്ല ഫ്രൈ ആവും. പിന്നെ ബാക്കിയുള്ള ഫ്രൈ വ്യത്യാസവും ടൈമിംഗ് വ്യത്യാസം. എണ്ണ കുറച്ചുകൂടെ ചൂടാവുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ വന്ന് വെളിച്ചെണ്ണയ്ക്കുള്ള ചിപ്സ് പ്രത്യേകമുണ്ട്, പാം ഓയിലിലെ ചിപ്സ് പ്രത്യേകമുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചിപ്സ് ലേശം വില കൂടുതലായിരിക്കും അല്ലേ? ഇപ്പോഴത്തെ വെളിച്ചെണ്ണ വില അനുസരിച്ച് നമുക്ക് കഴിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത്. ഇപ്പം നമ്മൾ പാം ഓയിലാണ് കഴിക്കുന്നത്. വെളിച്ചെണ്ണ ചിപ്സും അത് പ്രത്യേകമാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം ഈ ഓയിൽ ഒറ്റ ഓയിൽ ഒഴിച്ചാൽ ആ ഓയിലിൽ തന്നെ 2 ടൈപ്പ് സാധനം ഉണ്ടാക്കണം അല്ലേ? ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് വിജേഷ്. പുള്ളിക്ക് ട്രിവാൻഡ്രത്ത് ഇവിടെയൊക്കെ ഷോപ്പുകളുണ്ടല്ലേ? കരമനയുണ്ട്. എന്തൊക്കെ സ്പെഷ്യൽ ഐറ്റം ഉണ്ട് നമുക്കിവിടെ? ഇവിടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പാവയ്ക്ക ചിപ്സ് ഉണ്ട്, കോവയ്ക്ക, പിന്നെ വെണ്ടയ്ക്ക. ഈ പാവയ്ക്കും കോവയ്ക്കൊക്കെ നമ്മൾ ഇപ്പം ചിപ്സ് അടിക്കുമ്പോഴേ ഇത് കുറച്ച് ദിവസം ഇരിക്കും. അത് 1 മാസം 2 മാസം വരെ ഇരിക്കും. പാവയ്ക്കയുടെ ചിപ്സ് ആയിട്ട് തന്നെ ഇരിക്കും. ഇത് ഞങ്ങൾക്ക് വന്നിട്ട് 1 കിലോന്ന് 900 രൂപയാണ് വരേണ്ട. ഇതിന്റെ കനം കണ്ട. അപ്പൊ ഇതാണ് പാവയ്ക്ക ചിപ്സ് കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ സദ്യയിൽ ട്രൈ ചെയ്യാം. ഇത് വന്നിട്ട് ഇതായി ഇതിലധികം മാവൊന്നും കാണില്ല, ചിപ്സ് ആയിട്ട് തന്നെ ഇരിക്കും. ഇത് 1 കിലോ 900 രൂപയാണ് എൻ്റെ വില. 1 കിലോ 900 രൂപ 1 കിലോ കേട്ടോ. ഇത് കോവയ്ക്ക. ഇത് വന്ന് ഈ പാവയ്ക്ക ചിപ്സിലും കോവയ്ക്ക ചിപ്സിലും ഒരേ മസാല ആണോ? ഒരേ മസാല. പാവയ്ക്ക് അല്പം ഉപ്പ് കൂടുതലായിരിക്കും, ഇതിന് ഉപ്പ് കുറവും. കൊള്ളാം, നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇത്ര കിലോ? ഇതും 900 രൂപയാണ്. ഇത് വന്നിട്ട് അത്രയും വെള്ളമാണ് രണ്ടും. പാവയ്ക്കയും വെള്ളം വറ്റി വരുമ്പോൾ വെയിറ്റ് കാണില്ല. അത്ര സമയം നമ്മൾ ഇട്ടേക്കണം. എണ്ണ ഗ്യാസ് ചെലവിന്റെ പൈസയാണ് ഈ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഉള്ളിപ്പക്കാട ഉണ്ട്, പിന്നെ അവില് വിളയിച്ചതുണ്ട്. ഇതിൽ വിളയിച്ചതാണ്, അതിൽ അണ്ടിപ്പരിപ്പ്. ഇത് നമ്മൾ വീട്ടിലൊക്കെ സാധാരണ വിളയിക്കുമ്പോൾ തന്നെ, പക്ഷേ ഇവരെ സ്പെഷ്യൽ സാധനങ്ങൾ ചേർത്തിട്ടുണ്ട്. നെയ്യാണ്. നെയ്യാണ് കേട്ടോ. ഇതിൽ നെയ്യുണ്ട്, പിന്നെ കുറച്ച് മുന്തിരി, പിന്നെ സ്പെഷ്യലായിട്ട് ഇതിവിടെ വയറ്റ് നിറച്ച പലഹാരങ്ങൾ. ഇതൊക്കെ ഇവര് പിന്നെ നമ്മളെ കല്യാണ പരിപാടി, കല്യാണത്തിനൊക്കെ അല്ലേ കൊണ്ടു ആൾക്കാർക്ക് വീട് കാണാനൊക്കെ പോകുമ്പോൾ വയറ്റ് നിറച്ചൊക്കെ പോകുമ്പോൾ ബന്ധപ്പെട്ട ഞാൻ കാണുമ്പോൾ തന്നെ അറിയാം. നല്ല വയറ്റ് നിറച്ച പലഹാരമാണ്, നല്ല ചിലവാണ്. നമ്മൾ ഈ കടയുടെ പരസ്യം ചെയ്യണമല്ല, നമ്മൾ മെയിനായിട്ട് ചെയ്യണത് നമ്മളെ ഓണത്തിന് സ്പെഷ്യലായിട്ട് നമ്മളെ ചിപ്സും നമ്മളെ ഉപ്പേരിയും ചെയ്യണ ഒരു വീഡിയോ എടുക്കാൻ വന്നതാണ്. പക്ഷേ ഇതൊക്കെ ഞാൻ ഇവിടെ വന്ന് ഇടയ്ക്കിടയ്ക്ക് വാങ്ങിയാണ്. എൻ്റെ വീട് തൊട്ടടുത്താണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇവർക്ക് സ്പെഷ്യലായിട്ട് അലുവുണ്ട്. നമ്മളെ മറ്റേ ഗോതമ്പിൽ തന്നെ നമ്മളെ തിരുനെൽവേലി അലുവ. അതേ മോഡലില് കണ്ടാ. പിന്നെ കിലോ എങ്ങനെയാണ് വില? അതിന് 400. ഇത് ഫുള്ള് നെയ്യാണ്. ഇത് സ്പൂൺ കൊണ്ട് കോരി കഴിക്കാനുള്ളതാണ്. തിരുനെൽവേലി അലുവ. ലൂസ് അലുവയാണത്. ലൂസ് എണ്ണ നല്ല ചൂടായി ചെയ്യുക. ഇത് പിന്നെ കൈക്ക് വേറെ പ്രശ്നം വരില്ലല്ലേ? ഒരു പ്രശ്നം. മുമ്പ് ഞാൻ കയ്യിൽ തന്നെ ജീവിക്കൊണ്ടിരുന്നത്. ഞാൻ ഇങ്ങനെ സംഭവം കണ്ടിട്ടുള്ളതെന്ന് അറിയാമോ? ഞാൻ കുമ്പളിയിൽ ജോലി ചെയ്യുന്നു, കുമ്പളി KSRTC-യിൽ. ആ സമയത്ത് അവിടെ ഈ സാധനത്തിന്റെ ബേളാണ് ഇത്. ഈ ടൂറിസ്റ്റ് കേന്ദ്രമല്ലേ? ഈ മെഷീൻ ഞാൻ വാങ്ങിയിട്ട് 15 കൊല്ലം കൂടുതലായി. അന്ന് പോലെ ഞാൻ ഇത് മെഷീനിൽ തന്നെ അടിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചിപ്സ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം, പാം ഓയിലും. ഒന്ന് പറഞ്ഞാൽ പാം ഓയിലിൽ ഉണ്ടാക്കി തരും. വെളിച്ചെണ്ണ വേണമെങ്കിൽ സ്പെഷ്യലായിട്ട് പറയണം അല്ലേ? അല്ലേ, വെളിച്ചെണ്ണ തന്നെയാണ്. ചിലവര് പൈസയുടെ ബുദ്ധിമുട്ടുള്ളവര് വെളിച്ചെണ്ണ ഇപ്പോഴത്തെ വില ഞങ്ങൾക്ക് അറിയാലോ, സ്വർണ്ണത്തിനെ പോലെയാണ്. നമുക്ക് അത് കൊടുത്ത് മീറ്റ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് കൊടുത്താലും നല്ല പൈസ ആവും. ചിലവർക്ക് വാങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് എത്ര മിനിറ്റ് കിടക്കണം സാധനം നമുക്ക് എണ്ണയിൽ? 10 മിനിറ്റ്. ഇത് ഉപ്പേരിയാണെങ്കിൽ അരമണിക്കൂർ. ഇനി നമ്മൾ ഉപ്പ് മാത്രമേ ചേർക്കുള്ളൂ കേട്ടോ. ഇതിന്റെ കളർ പറയണ്ട. ഓക്കെ, നമ്മളെ ചിപ്സ് ഏകദേശം ആയിട്ടുണ്ട്.
ഞാനൊക്കെ വിചാരിച്ച് ഇതിനെ കോരിയിട്ട് ഉപ്പൊഴിക്കുന്നതാണ്. ഇതിൽ തന്നെ ഈ ഓയിൽ തന്നെ ഉപ്പൊഴിക്കും അല്ലേ? അപ്പം ഉപ്പ് അതാ ഉപ്പൊഴിക്കാണ്. ആയാ രണ്ടാ ഉപ്പൊന്നും ഒഴിക്കില്ല. അപ്പൊ അടുത്ത് നമ്മൾ ഈ ഓയിൽ വേറെ ഉപ്പിന്റെ അംശം കാണുമോ? അപ്പം ഒരാറായി അത് അങ്ങനെ ഇടുന്ന എന്തിനാണ്? പൊട്ടി പിടിക്കാതെ ഇത്ര തന്നെ. നല്ല ചൂട് ചിപ്സിന്റെ കൈ പൊള്ളുന്നുണ്ട്. ആ സൂപ്പർ ടേസ്റ്റാണ്. അടുത്ത നമ്മൾ ഉപ്പേരി ചിപ്സ് കഴിഞ്ഞ ഉപ്പേരി ഇട്ടിട്ടുണ്ട്. ഇത് 1/2 മണിക്കൂർ എടുക്കുമെന്നാണ് പറയണത്. ഇത് ലേശം കട്ടിയുള്ളതുകൊണ്ട് സമയം എടുക്കും. 1/2 മണിക്കൂർ കറക്റ്റ് സമയം എടുക്കും. ചിപ്സ് പോലെയല്ല, ഇത് കട്ടിയുള്ള സാധനമാണ് ഉപ്പേരി. കണ്ടല്ലോ ഈ സാധനത്തിന് നല്ല അടിപൊളി ക്രിസ്പി ആയതിനു ശേഷം ശർക്കര പാവ് കാച്ചി അതിൽ ഇത് തട്ടിയിട്ട് ചുക്ക്, ഏലക്ക, പിന്നെ ഇതുണ്ടല്ലോ ജാതിക്കരക്കുരു, ഇത് എല്ലാം കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൽ ചേർക്കുന്നത്. ഇതിൽ വേറെ ഉപ്പൊന്നും ചേർക്കണ്ട, വേറെ ഒന്നും ചേർക്കാം. പഞ്ചസാര അല്ല വേറെ ഒന്നുമില്ല. പഞ്ചസാരയും ചേർക്കും. ചേർക്കോ? പൊടിച്ച് കുറച്ച് പഞ്ചസാര കൂടെ ചേർക്കും. കുറച്ച് പഞ്ചസാര കൂടെ പൊടിച്ച് ചേർക്കും. അപ്പം നമുക്കിത് ഉണ്ടാക്കുന്നവർ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. അതിൻ്റെ അളവ് അറിയാൻ പറ്റുവാണ് എങ്ങനെയാണെന്നുള്ളത്. എല്ലാം സമസമ അളവാണ്. പഞ്ചസാരയും മറ്റേ ഇതെല്ലാം ഈ ചുക്കും എല്ലാം സമസമാണ് അളവ്. അതെ അല്ലല്ല, ചുക്ക് കുറച്ചേ ഉള്ളൂ. ചുക്കൊക്കെ കുറേശ്ശേ ജാതി കുറച്ചേ ഉള്ളൂ. ഭയങ്കര കടുപ്പമാണ്. അത് മറ്റേ കൂടിപ്പോയ അതിൻ്റെ കുത്തു കൂടുതലോ ഒരു എല്ലാ അളവോടെ ഒരു പ്രത്യേക അളവുണ്ട് ഇതിന്. എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ ഇപ്പം ഇതിൽ ഏത് സാധനം കൂടിയാലും അതിൻ്റെ ഒരു ടേസ്റ്റ് പോകും. എന്തായാലും ചുക്കിൻ്റെ നമ്മൾ കഴിക്കുമ്പോൾ കൂടുതൽ ചുക്കിൻ്റെയാണ് പറഞ്ഞത് അല്ലേ? ഇപ്പം എനിക്ക് വരാറായില്ലേ ചേട്ടാ? ഇരിക്കുമ്പോൾ അപ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന കളർ മഞ്ഞയല്ല. നിങ്ങൾ വിചാരിക്കുന്ന മഞ്ഞ കളറല്ല. ഇനി കുറച്ച് നേരം ഇരിക്കുമ്പോൾ നല്ല ഡ്രൈ ആയിട്ട് നല്ല ക്രിസ്പി ആവും. ക്രിസ്പി ആയതിനു ശേഷം കുറച്ച് ലേശം കളർ വ്യത്യാസം വരും അല്ലേ? ഇനി അടുത്ത ഇതിന് ചേർക്കാനുള്ള സാധനം ഉണ്ടാക്കാൻ പോയി. ചേട്ടാ ഇതെന്തിനാണ്? ശർക്കരയാണോ നെയ്യാണോ? ചോദിക്കണം, ഞാൻ ഇങ്ങനത്തെ ശർക്കര കണ്ടിട്ടില്ല. ഇത് എവിടെ നിന്ന് പറഞ്ഞോ? ഇത് കടയിൽ കിട്ടും. പ്രത്യേക ശർക്കരയാണോ? ഉപ്പേരി കിട്ടാൻ വേണ്ടി മാത്രമുള്ള. ഇത് ഉപ്പേരിക്ക് മാത്രമുള്ള ശർക്കരയാണ്. ഇത് ചാലയിലൊക്കെ കടയിൽ കിട്ടും. നമ്മളെ ഈ ഭാഗത്ത് കിട്ടാൻ സാധ്യത കുറവാണ്. ശർക്കര ഉപ്പേരിക്കുള്ള മറ്റേതാകുമ്പോൾ കുറച്ചുകൂടെ കറുപ്പായിരിക്കും. അതാണ് കണ്ടല്ല ശർക്കര സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഭംഗിയാവും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ടക്ക് ടക്കനെ മാറ്റി. അപ്പോൾ എൻ്റെ അരമനത്തെ കടയിൽ ചെയ്യാൻ പറ്റും എല്ലാ സീക്രട്ടും. ഇത് ശർക്കര ഉപ്പേരിക്കുള്ളത്. എത്ര സമയം എടുക്കും? ഇതൊരു 10-15 മിനിറ്റ്. തുടുപ്പി നമ്മൾ ഈ പണിയൊക്കെ ചെയ്യണമെങ്കിൽ അത്യാവശ്യം ജിമ്മിലൊക്കെ പോകണം. എങ്കിൽ മാത്രമേ അതിനുള്ള ആരോഗ്യം ഉണ്ടാവുള്ളൂ അല്ലേ? അല്ലെങ്കിൽ വീട്ടിൽ പോയി മുട്ടയും അതിൽ ചിക്കനെ കഴിക്കണം. കാര്യം നല്ല പണിയുണ്ട് സാധനം. നമ്മൾ വിചാരിക്കുമ്പോൾ നല്ല ഉപ്പേരി ഉണ്ടാക്കണത് അല്ലേ? പിന്നെ അലുവ കിട്ടണത് അച്ചപ്പ സ്പെഷ്യലാണല്ലേ നിങ്ങളാ? സ്പെഷ്യലാണ്. നമ്മൾ കവറിൽ വാങ്ങിക്കുന്ന ലൈസ് അല്ല, ഇവർ ചെയ്യണ ലൈസാണിത്. വരുവായോ? ഇല്ല, ഇനി കുറച്ചുകൂടെ ഉണ്ട്. കൈ പൊള്ളൂല്ലേ? ശർക്കരയിലൊക്കെ കൈയിട്ടാണ്ടല്ലോ. ഞാൻ സാധാരണ പാചകം ചെയ്യുമ്പോൾ ചൂടൊക്കെ കറിയൊക്കെ എടുക്കും. അതുപോലെയാണ് പുള്ളിക്ക് ഇത്. പുള്ളി ഈ സാധനം തന്നെ ശർക്കരയിലൊക്കെ വെറുതെ മുക്കിയെടുക്കുകയാണ്. വേണ്ട അപ്പോൾ കറക്റ്റ് പരുവായിട്ടുണ്ടല്ലേ? പരുവായിട്ടുണ്ട്. നമ്മളെ ഉപ്പേരി തട്ടയാണ്. പെട്ടെന്ന് സെറ്റാവും. വെച്ചോണ്ട് നിൽക്കാൻ പറ്റൂല. അത് അടുത്ത ചുക്ക് നമ്മളെ മിശ്രിത കടയാണ്. അല്ല ചുക്കിൻ്റെ ഒക്കെ നല്ല മണം വരുന്നുണ്ട്. പഞ്ചസാര ഇത് ഈ പെട്ടെന്ന് ഈ സമയത്തിനകത്ത് റെഡിയാക്കി എടുത്ത് ഇറക്കിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് അല്ലേ? കട്ട പിടിച്ചു പോകും. കാര്യം ഇതെല്ലാം സ്ഥലത്ത് പിടിക്കുകയല്ലേ? കണ്ടല്ലോ കേട്ടോ, കട്ട പിടിച്ചിട്ടുണ്ടോ? നമ്മൾ ഒരു നിമിഷ നേരങ്ങളിലാണ് കട്ട പിടിച്ചിരിക്കുന്നത് സാധനം. ഇത് തുറവറാവൂല്ലേ? നേരത്തെ കിടന്നതിൻ്റെ രൂപം മാറി ഭാവം മാറി അല്ലേ? എന്നാ എന്റെ മണവും പറഞ്ഞുണ്ട്.
ഇവിടെ നെയ്യ് ഒഴിക്കേണ്ടതാ. ഫൈനലാണ്, ഫൈനൽ. ഇളക്കാൻ വേണ്ടി നല്ല പാടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ ജിമ്മിലൊക്കെ പോകണം. ഓ നമ്മളെ ഓണത്തിന്റെ സ്പെഷ്യൽ ഉപ്പേരിയാണ് കിടന്ന് ഈ ചട്ടിയിൽ കിടക്കണത്. ഇതുപോലെ കല്ല് വാരി എറിയുമ്പോൾ എറിഞ്ഞ ആള് തട്ടി പോലെ നല്ല ഇതല്ലേ സ്ട്രോങ് അല്ലേ? കഴിച്ചു പ്രത്യേക രുചിയുണ്ട്. നമ്മളെ ഓണത്തിന് സ്പെഷ്യൽ ചിപ്സും ഉപ്പേരി അല്ലേ അണ്ണാ? ഇപ്പൊ ഉണ്ടാക്കിയ സാധനമാണ് നമ്മളെ ഓണത്തിന്. നമ്മളെ സദ്യയിൽ ഈ സാധനം, സദ്യയിലല്ലെങ്കിൽ നമ്മൾ കുറിക്കാനാണെങ്കിൽ ഈ സാധനം ഇല്ലാത്തൊരു ഓണം നമുക്കില്ല. എല്ലാവർക്കും ഈ വർഷത്തെ എൻ്റെ ഓണാശംസകൾ അല്ലേ? നിങ്ങളുടെ ഓണാശംസകൾ. ഓക്കെ, നിങ്ങൾ ഓണം അടിച്ചു പൊളിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഗുഡ് ബൈ.